ഞാൻ ശൈലജ. പിന്നെ ഇവിടെ ഡിഗ്രിയാണ് ഇവിടെ പഠിച്ചത്. തുടർന്ന് കുറേ പഠിക്കണം എന്ന് ആഗ്രഹിച്ചതാണ് ഞാൻ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ എൻ്റെ അധ്യാപകനും കൂടിയാണ്. അവരെന്നെ വിളിച്ചിട്ട് പറയുന്നത്, നീ ഒരുപാട് പഠിക്കാനല്ല നോക്കേണ്ടത്, ഇപ്പം ഏറ്റവും അത്യാവശ്യം അമ്മയ്ക്ക് താങ്ങാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് PTC പോകണം, എന്നിട്ട് ജോലി വാങ്ങിയതിന് ശേഷം ഡിഗ്രി എടുക്കാം, പഠിക്കാം എന്നൊക്കെയാണ് എന്നൊക്കെ അവർ പറഞ്ഞു തന്നു. അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ അടുത്ത PTC പോവായിരുന്നു. PTC ബാച്ചിൽ എനിക്ക് ഇവിടെ ഒരു കൂട്ടുണ്ട്, നമ്മുടെ പ്രേമാനുണ്ട്. നമ്മുടെ കൂട്ടായ്മ അന്ന് മുതൽ ഇന്ന് വരെ തുടരുന്നുണ്ട്. അപ്പോൾ PTCക്ക് പോയതിന് കാരണം എൻ്റെ സാറാണെന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം 34 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അതിൽ 4 വർഷം ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. ആദ്യത്തെ 4 വർഷം കാസർഗോഡ്, പിന്നെ PSC കിട്ടി ഇവിടെ കണ്ണൂര് എത്തുമായിരുന്നു, അറിയുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ അതിൻ്റെ ഒക്കെ പുറകിൽ എൻ്റെ അമ്മ, അതുകൂടാതെ എൻ്റെ അധ്യാപകർ, എൻ്റെ കൂട്ടുകാർ. ഇത് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും മാത്രമാണ്. അതായത് 19 വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ അമ്മക്ക് 19 വയസ്സിൽ അച്ഛൻ പോയി, എനിക്കൊരു വയസ്സ്. അതിനുശേഷം ഇന്ന് വരെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ ഇന്ന് ഈ ഫംഗ്ഷൻ വെച്ചപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ അമ്മയോട് അമ്മയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷന് അമ്മയോട് വരാൻ ഞാൻ ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വരുന്നു, എനിക്ക് ആ മക്കളെയൊക്കെ കാണണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് കൊണ്ടുവരാൻ പറ്റിയില്ല. ഇനി എപ്പോഴെങ്കിലും അടുത്തൊരു മീറ്റിൽ ഞാൻ കൊണ്ടുവരും. പിന്നെ സാർ, എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചോദിക്കാൻ പോകാനൊരു പേടിയാണ്. അപ്പം ഞാൻ ഇന്നും കൂടെ ഫാമിലിയുടെ, സാറിന് ഓർമ്മയുണ്ടോ അറിയില്ല, ഫാമിലിയുടെ കൂടെയാണ് ഞാൻ വരിക. എന്നും അവരുടെ കൂടിയേ പോകും സംശയം ചോദിക്കാൻ. ഫാമിലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ് തന്നെയാണ് എനിക്ക് എന്നും കൂട്ടായിരുന്നത്. വഴിത്തിരിവായതും എൻ്റെ ഞാൻ വഴിക്ക് തെളിയിച്ചതൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പ്രതീക്ഷ എനിക്ക് പേടിയാണ്. ഞാൻ ആരെയും കണ്ടിട്ടില്ല, കാരണം ദൂരെയാണ്, ഇരിട്ടി അർണോ ഫാമിനടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് വിചാരിക്കും, അവിടെ നിന്നുള്ളവരൊക്കെ ഈ ഡിഗ്രിക്കാരുടെ മീറ്റിന് പോയി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ മാത്രമേ ഇങ്ങനെ പോകാതുള്ളൂ, അവരൊക്കെ ഇവിടെ നിന്ന് കൂടുന്നുണ്ടാവും. എന്നെ അവർക്കൊന്നും അറിയില്ലല്ലോ ഞാൻ എവിടെയുള്ളതെന്ന്. അപ്പോൾ എനിക്ക് മാത്രം അതിന് പറ്റിയില്ല എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനും ആദ്യത്തെ വീട്ടിലുണ്ടായി എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും കാണാൻ പറ്റിയത് വളരെ സന്തോഷം പറഞ്ഞറിയിക്കാനാണ്. പിന്നെ കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു. ഞാൻ